1 കിലോ കപ്പ വാങ്ങിച്ചു. അത് പുഴുങ്ങി വെച്ചേ. ഇനി പച്ചമുളകൊക്കെ ഇട്ട് വഴറ്റിയെടുക്കാൻ പോവാം. പിന്നെ പച്ചമുളക് ഉണ്ടല്ലോ, എരിവ് കുറവ് പച്ചമുളക് വേണ്ട ഇത്രയും കേട്ടോ. ഇതിൽ 1 കിലോ കപ്പയുണ്ട്. പിന്നെ ഒരു 2 കഷ്ണം വെളുത്തുള്ളി, ഒരു ശകല ഇഞ്ചി. ഇനിയേ ഇത് വഴറ്റിയെടുക്കുന്നത്, ഈ മുളക് കൂട്ടി കഴിക്കത്തില്ലേ, അതിന് പകരം പച്ചമുളക് ഇട്ട് വഴറ്റിയെടുക്കുക. ഇത് കപ്പ ഞാൻ അതിൻ്റെ വീഡിയോ ആയിരുന്നു ഇടുന്നത്. പിന്നെ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദം സേറ വ്ളോഗ്സ്. ഇനി പോയി റെഡി ആക്കട്ടെ, എണ്ണ ഒഴിക്കട്ടെ. പാത്രം ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് എണ്ണ ഒഴിക്കാം. കഴുകിയതേ ഉള്ളൂ, ചൂടാകട്ടെ. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. പാത്രം ചൂടായേ, ഇനി എണ്ണ ഒഴിക്കട്ടെ. വെളിച്ചെണ്ണ ഓക്കെ. വെളിച്ചെണ്ണ ഒഴിച്ചു. അത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് കടുകിടാം. കടുക് ചൂടാകട്ടെ. എണ്ണ ചൂടായി കണ്ടോ, എണ്ണ ചൂടായി വന്നു. ഇനി കടുക് ഇടട്ടെ. എന്നിട്ട് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇടാം. കടുക് ഇട്ട് നല്ലോണം പൊട്ടട്ടെ. എന്നിട്ട് ഇതെടുത്തിടാം, പച്ചമുളകൊക്കെ എടുത്തിടാം. ഒരു കിലോ കപ്പ 40 രൂപ. ഇങ്ങനെ ആരും ഉണ്ടാക്കിയിട്ടുണ്ട്? കപ്പ കുഴയ്ക്കുന്നതല്ലാതെ വഴറ്റിയെടുത്തിട്ടുണ്ടോ? നല്ലതാണ്. ഇനിയേ ഇത് കേട്ടെ, ഇളക്കട്ടെ നല്ലോണം. ഇത്രയും പച്ചമുളകുണ്ടല്ലോ, എരിവ് കുറവാണ് ഈ പച്ചമുളകിന്. പിന്നെ ഇത് കപ്പ കഴിക്കുമ്പോഴത്തേക്ക് എരിവ് കൂടെ വേണം നല്ലോണം. അതുകൊണ്ട് ഇത്രയാണ് വേണ്ടത്. നല്ല ശാളം ഇട്ടാൽ മതിയായിരുന്നു. ഇതായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. എന്നിട്ട് കപ്പ എടുത്തിടാം. ഷാരോടാകട്ടെ, ചൂടെ വഴറ്റിട്ടെ. എന്നിട്ട് കപ്പ എടുത്തിടാം കേട്ടോ. പോരാ, ചെറുതായിട്ടൊന്ന് ഉടക്കിക്കൂടി ചേട്ടാ പച്ചമുളക്. മതി. ഇനിയേ കപ്പ ഇട്ടെ. 1 കിലോ കപ്പ. ഇനി ഇളക്കിയെടുക്കട്ടെ. നല്ല ചേട്ടാ ഇങ്ങനെ കഴിക്കുന്നത്. ഇപ്പോൾ വേവിക്കുന്നതല്ലാതെ ഇങ്ങനെ പച്ചമുളകൊക്കെ ഇട്ട് നല്ല രുചിയാണ്. ഉപ്പൊന്നും ഇടുന്നില്ല കേട്ടോ. കപ്പ വേവിച്ചപ്പോഴത്തേക്ക് ഉപ്പൊക്കെ ഇട്ടാൽ, മഞ്ഞപ്പൊടി ഇടുന്നില്ല. കണ്ടത് നല്ല ഇങ്ങനെ കഴിക്കാൻ. കപ്പ വേവിക്കുന്നതിന് പകരം ഇങ്ങനെ പച്ചമുളകൊക്കെ ഇട്ട് വഴറ്റിയെടുക്കുന്നത് നല്ല രുചിയാണ്. പിന്നെ ഓരോരുത്തർക്കും പല രീതി, ചിലർക്ക് വേവിച്ച് കഴിക്കാം, ചിലർക്ക് പുഴുങ്ങി കഴിക്കാൻ. ഞാനിങ്ങനെ കഴിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടിങ്ങനെ. ഇവിടെ ഇരിക്കട്ടെ. ഞാൻ ഇനിയേ മീനെടുത്ത് ചൂടാക്കട്ടെ. വറുത്ത് വെച്ചിരിക്കുന്നത് ചൂടാക്കട്ടെ. ഇവിടെ ഇരിക്കട്ടെ. ഇത്
കേട്ടോ. വേണ്ടേ മീൻ വറുത്ത് ചൂടാക്കട്ടെ. ഫ്രിഡ്ജകത്ത് വെച്ചിരിക്കുമായിരുന്നു ഇത് വറുത്ത്. 3 എണ്ണം ഉണ്ട് കണ്ടോ. 1 2 3 എണ്ണം. ഒരെണ്ണം എനിക്കും ഒരെണ്ണം എൻ്റെ പൂച്ചയ്ക്കും. ഒരെണ്ണം പൂച്ചയ്ക്കില്ല, അതിൻ്റെ പകുതി. പിന്നെ 3 ചിക്കൻ പീസ് ഇരിപ്പുണ്ട്. 1 2 3 എണ്ണം. ഇത് വൈകുന്നേരം പൊറോട്ട വാങ്ങുന്നുണ്ട് ഞാൻ. ഞായറാഴ്ച ദിവസം ഉച്ചക്കത്തേക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. വൈകുന്നേരം പൊറോട്ടയാണ് വാങ്ങുന്നത്. അത് കഴിക്കാൻ ചിക്കൻ വറുത്ത ഇരിപ്പുണ്ട് 3 പീസ്. 1 2 3 എണ്ണം. ഇനി മീനെടുത്ത് ചൂടാക്കട്ടെ. ചിക്കനാണെങ്കിൽ വൈകുന്നേരം എടുത്ത് പൊറോട്ട വാങ്ങിച്ചൊന്ന് ചൂടാക്കാം. ഇത് ഒത്തിരി നേരം വെക്കൊന്നും വേണ്ട, ശകലം വെച്ചാൽ ഒരു 5 മിനിറ്റ് വെക്കും. പിന്നെ പാത്രം ഇത് കരി ചൂടായി. ഇനിയേ മീനെടുത്തിട്ടെ. ഒരെണ്ണവും ഒരു കണ്ണിയിൽ അതിൻ്റെ പകുതിയും എടുത്തു. ഇത് ഒരെണ്ണം എനിക്കും ഒരെണ്ണം എൻ്റെ പൂച്ചയ്ക്കും. അത്രേ എടുത്തുള്ളൂ. വൈകുന്നേരം പൂച്ചക്കൂടെ കൊടുക്കാൻ വേണ്ട, വൈകുന്നേരം കൂടെ കൊടുക്കാൻ വേണ്ടേ. ഇത് ചൂടാക്കട്ടെ. എന്നിട്ട് കപ്പയും ചോറോടെ കൂട്ടി ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ പോവാം. ചൂടാകട്ടെ. ഇത് മീനൊന്ന് തിരിച്ചിട്ടെ. ഓക്കെ, തിരിച്ചിട്ട് ഇനി തോരനും എടുത്ത് ചൂടാക്കണം. മീൻ വറുത്തവും ഇതാണ് തോരൻ. ഇത് എന്താ ക്യാബേജും പയറും ക്യാരറ്റോടെ തോരൻ വെച്ചാൽ കേട്ടോ. ഇതുകൂടെ ഒന്ന് ചൂടാക്കണം. ഫ്രിഡ്ജകത്ത് വെച്ചിരിക്കുമായിരുന്നു. ഇതിനെ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം. ചൂടാക്കട്ടെ. ഇതുകൂടെ എടുത്ത്. ഇതാ കറി. ക്യാബേജ് ക്യാരറ്റോടെ തോരനും മീൻ വറുത്തതും കപ്പയും ചോറും. മൂടി വെക്കട്ടെ. ഇത് ചൂടായിട്ടെ എടുത്തിടാം തോരൻ. ഇതൊന്ന് ഇളക്കട്ടെ. നല്ലോണം ഇളക്കട്ടെ. ഓക്കെ, ഇതിരിക്കട്ടെ ഇതേ. ഓക്കെ, ഒരു 2 മിനിറ്റ് കൂടെ ഇരുന്നിട്ടേ തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. പൊട്ടിക്കട്ടെ. നല്ല കേട്ടോ ഇങ്ങനെ കഴിക്കാൻ. നല്ല രുചിയാണ്. പിന്നെ ചിലർക്ക് പിടിക്കത്തില്ല, ചിലർക്ക് ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. വേവിക്കുന്നതിന് പകരം ഇങ്ങനെ മീൻ ചൂടായി. ഇനി ഇങ്ങോട്ട് മാറ്റിക്കിട്ടേ തോരനോട് ചൂടാക്കട്ടെ. ഇതിനകത്ത് വെച്ച് തന്നെ ഇങ്ങോട്ട് എടുത്തിട്ടാൽ മതി, ചൂടായിക്കോളും. തോരനെടുത്തിട്ട് ചെറുതായിട്ട് തിളക്കട്ടെ. ഉണ്ട് ആ ചൂടത്തോട്ടിട്ടപ്പോഴത്തേക്ക് സൗണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ ഇരിക്കട്ടെ. ഊണങ്ങ് ഇരിക്കട്ടെ. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ. ഇതൊന്നുകൂടെ ഇളക്കട്ടെ. കണ്ടോ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി തീ അങ്ങ് ഓഫ് ചെയ്യട്ടെ. തീ ഓഫ് ചെയ്തു. ഇവിടെ ഇരിക്കട്ടെ. ഇതൂടെ ഇങ്ങനെ ഇരിക്കട്ടെ. മാറ്റി വെച്ചിട്ടേ മൂടി വെച്ചേക്കാം. എന്നിട്ട് കുളിച്ചിട്ട് വന്ന് രാവിലെ കുളിച്ച. പക്ഷേ ഇതെല്ലാം ഉണ്ടാക്കും ഭയങ്കര അങ്ങ് വിയർത്ത്. ഓക്കെ, അതൊന്ന് കുളിച്ചിട്ട് വരട്ടെ. എന്നിട്ട് കഴിക്കാം. ക്യാബേജ് ക്യാരറ്റും തോരൻ, മീൻ വറുത്തത്, കപ്പ പച്ചമുളക് ഇട്ട് വഴറ്റിയത്, പിന്നെ ചോറും കേട്ടോ. ഞാൻ എൻ്റെ പൂച്ചയോടെ നോക്കിയിട്ട് വരട്ടെ. ഈ പകുതി പീസ് ഉണ്ടല്ലോ ഇതിൻ്റെ പൂച്ചയ്ക്കാണ്, അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ,
ഇത് ഉച്ചക്കത്തേക്കുള്ള എനിക്കും എൻ്റെ പൂച്ചയ്ക്കും കൂടെ. വൈകുന്നേരം പൊറോട്ട ആകും, 6 പൊറോട്ട, 4 എനിക്കും 2 എൻ്റെ പൂച്ചയ്ക്ക് കൂടെ കേട്ടോ. ഞാൻ എൻ്റെ പൂച്ച നോക്കിയിട്ട് വരട്ടെ. എന്ത് ചെയ്യും? ആ ഉണ്ടല്ലോ, ഇപ്പം തരാം, ചോറ് തരാം കേട്ടോ. അവിടെ കിടന്നു, ഉണ്ടാവും കിടക്കുന്നത് കണ്ടോ, വേണം കിടന്നു, അവിടെ പോയി കിടക്കുകയല്ലേ. അതാണ് തള്ളപ്പൂച്ച വന്നു. ചോറ് തരട്ടെ? ഞാൻ കഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും തരാം. കരയണ്ട കരയണ്ട കരയണ്ട. കരയണ്ട കേട്ടോ, കരയണ്ട. അവിടെ കിടന്നു, കഴിക്കാറായില്ല. എടാ കഴിക്കാറായില്ലെന്ന്. ഞാൻ കഴിച്ചിട്ട് വരട്ടെ, കൊണ്ടുവന്നിട്ട് വരാം. എന്തിനാ കരയുന്നേ? ഇവിടെ നോക്കി, എന്തിനാ കരയുന്നേ? കറിയൊന്നും വേണ്ട, വിശന്നിട്ടാ തോന്നുന്നു. ഇപ്പൊ കൊണ്ടുവന്നിട്ട് വരാം. കരയണ്ട കരയണ്ട, ഇപ്പൊ കൊണ്ടിട്ട് വരാം കേട്ടോ. എന്തൊക്കെയായാലും എൻ്റെ വീഡിയോ ഒക്കെ നിർത്തുവാണേ. എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദം സേറ വ്ളോഗ്സ് കേട്ടോ, മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവാണ്. ഒരാളുണ്ടല്ലോ, ഒരാളെന്ത് ചെയ്യും? ഒരാളെന്ത് ചെയ്ത്? ഒരാളെന്ത് ചെയ്യും? ഒരാളെന്ത് ചെയ്യും? ഒരാളെന്ത് ചെയ്യുന്നത്? ആ കറിയൊന്നും വേണ്ട. നീ എങ്ങനെ ഇരിക്കുന്നേ? കണ്ടു കെട്ടുകാൽ അവിടുന്നോ, അവിടുന്നോ. ഞാൻ ഇപ്പം കൊണ്ടുവന്ന് ചോറിട്ട് തരാം. ഒരു 10 മിനിറ്റ് അപ്പോഴത്തേ കഴിക്കാൻ തരാം. ഓക്കെ.